കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേരിട്ട് ഹൈക്കമാൻഡിനെ കാണാൻ മുസ്ലിം ലീഗിന്റെ നീക്കം. കോൺഗ്രസിലെ തർക്കങ്ങൾ യു ഡി എഫിന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ലീഗിന്റെ നടപടി. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. CV അനുമോദ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ലീഗിന് കുറെ കാലമായി ഈ മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുന്നു എന്നൊരു അഭിപ്രായം അവർക്ക് വലിയ രീതിയിൽ തന്നെയുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ അവർ അത് പ്രകടിപ്പിക്കാറുമുണ്ട്. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നേരിട്ട് ഹൈക്കമാൻഡിൽ തന്നെ പോയി പറയേണ്ടി വരും എന്നൊരു നിലപാടിലേക്ക് ലീഗ് അറ്റ കൈയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എന്താണ്? ഗുഡ് മോർണിംഗ് ശ്രീജ. ഇന്നലെ ലീഗിന്റെ നിർണായക യോഗമായിരുന്നു, സംസ്ഥാന നേതൃയോഗമായിരുന്നു. MLA മാരും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളൊക്കെ പങ്കെടുത്ത യോഗമായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വരുന്ന മാസത്തെ റമസാൻ റിലീഫും അതുപോലെ തന്നെ തദ്ദേശ ഭരണത്തിന്റെ ഒരുക്കങ്ങളാണെങ്കിൽ പോലും ഏറ്റവും അധികം സജീവമായി ചർച്ച ചെയ്ത വിഷയങ്ങളൊന്ന് UDF-ലെ പ്രശ്നങ്ങളാണ്. കോൺഗ്രസിന് ഈ പാർട്ടിക്ക് അകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഏറെ കാലതാമസം എടുക്കുന്നുണ്ട്. പലപ്പോഴും അത് എതിരാളികൾ മുതലെടുക്കുന്ന സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ LDF-നെ നമുക്ക് ഇലക്ഷന് തോൽപ്പിക്കാമെന്ന് UDF കണക്കാക്കുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിൽ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം കാരണം തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യാതെ വരുമോ എന്നൊരു ആശങ്കയാണ് ലീഗ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ നേതാക്കൾ കഴിയാത്ത സാഹചര്യത്തിൽ അത് ഹൈക്കമാൻഡ് തന്നെ പരിഹരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗൗരവം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ലീഗിന്റെ നിലപാട്. ആവശ്യമെങ്കിൽ ഹൈക്കമാൻഡുമായിട്ട് നേരിൽ ഒരു കൂടിക്കാഴ്ച നടത്തി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കണമെന്നൊരു നിർദ്ദേശം ലീഗ് വെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അടുത്തിടെ ഉണ്ടായ വിഷയങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അതുപോലെ ശശി തരൂരിന്റെ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ വേഗത്തിൽ പരിഹരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെയൊക്കെ സംസ്ഥാന നേതൃത്വം ഈ പ്രശ്നം വലിയ തോതിൽ ചർച്ചയായി വഷളായിട്ടതിന് ശേഷമാണ് അവർക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇടപെടേണ്ട സമയത്ത് അവർ ഇടപെടുന്നില്ല. അതാണ് ലീഗിന്റെ ഒരു പ്രധാന വിമർശനമുള്ളത്. ആ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നേതാക്കൾക്ക് നൽകണമെന്നും കേരളത്തിലെ സാധ്യതകളെ UDF-നെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തുമെന്നും ലീഗ് പറയുന്നത്. ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ തന്നെയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പരോക്ഷമായിട്ടുള്ള മറുപടി. അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഇതിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ട് എന്നതിൻ്റെ ആ പ്രശ്നത്തിന്റെ ഗൗരവം അത് ലീഗ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിച്ചില്ലെങ്കിൽ നേരിട്ട് ലീഗ് ആ വിഷയത്തിൽ ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്ന ഒരു തീരുമാനമാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അത് എപ്പോഴെങ്ങനെയെന്നുള്ള കാര്യങ്ങളൊന്നും ലീഗ് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതൊരു പക്ഷേ കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലായിരിക്കാം ലീഗിന്റെ ഈ നിർദ്ദേശം പോയിരിക്കുന്നത്. പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങൾ നീങ്ങും എന്ന ഒരു മുന്നറിയിപ്പായിരിക്കാം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുതന്നെയായിരിക്കാം ലീഗിന്റെ ഉദ്ദേശവും. എന്തുതന്നെയാണെങ്കിലും കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ലീഗിന് അതൃപ്തിയുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായ ഒരു വസ്തുതയാണ്. ശ്രീജ. അനുമോദ്, ഈ തെരഞ്ഞെടുപ്പ് വർഷമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഈ സമയത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ ശശി തരൂരിന്റെ വിഷയത്തിലുണ്ടായ തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുന്നു. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം ലീഗിന് അവിടെ ആ തരത്തിൽ അതൃപ്തിയുണ്ട്. ഇതിപ്പോൾ അധികാരത്തിലില്ലാതെ 2 ടേമായി മാറി നിൽക്കുക എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ആ സമ്മർദ്ദത്തെ ആ രീതിയിൽ തന്നെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി എന്നതിൽ അപ്പുറത്തേക്ക് ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത നിലപാടിലേക്കൊക്കെ പോകാൻ സാധ്യത എത്രത്തോളമാണ്? ലീഗ് കടുത്ത നിലപാടിലേക്കൊന്നും പോകില്ല ഈ ഘട്ടത്തിൽ എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്തുവാൻ. കാരണം ഇപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ട് നിൽക്കും. LDF-നെതിരായ ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെയാണ് ലീഗിന്റെ കണക്കുകൂട്ടലുള്ളത്. ആ ഒരു ഘട്ടത്തിൽ പക്ഷേ കോൺഗ്രസ് അനൈക്യം കാരണം അത് മുതലെടുക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ലീഗിന്റെ ഈ ഘട്ടത്തിലുള്ള ഒരു ആശങ്ക. ആ സാഹചര്യത്തിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അത് ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിക്കേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ലീഗിനൊരു ചിന്തയുള്ളത്. വേണമെങ്കിൽ അത് ഹൈക്കമാൻഡ് നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുവാൻ ലീഗ് ആലോചിക്കുന്നുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ 2ാം തവണയും അധികാരത്തിലേറിയ LDF സർക്കാരിനെതിരെ
വലിയ സമരപരമ്പരകൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തയ്യാറെടുക്കുക എന്ന് കഴിഞ്ഞ ദിവസം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും അത് തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ കൂടുതൽ വലിയ സമരത്തിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് അത് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായി ഉയർത്തി കാണിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് സംവിധാനങ്ങളെ സജ്ജമാക്കുക, അണികളെ സജ്ജമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ അനൈക്യം ഇവിടെ വലിയ തലവേദനയായിട്ട് ലീഗിന് മാറുന്നത്. പ്രത്യേകിച്ച് നേതാക്കളെല്ലാം അവരുടെ സ്വന്തം അഭിപ്രായം പരസ്യമായിട്ട് പറയുക, അത് ഒരു മുന്നണിക്കകത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വേണ്ട ഒരു ഐക്യം, കോർഡിനേഷൻ പലപ്പോഴും ഈ പല വിഷയങ്ങളും ഉണ്ടാകാത്ത ഒരു സാഹചര്യം. ഇതൊക്കെ പരോക്ഷമായിട്ട് ലീഗിനെ കൂടി ചില മണ്ഡലങ്ങളിൽ ബാധിക്കുമെന്ന ആശങ്ക ലീഗിനുണ്ട്. കാരണം കോൺഗ്രസിന്റെ കൂടി വോട്ട് കിട്ടിയാൽ ജയിക്കുന്ന പല മണ്ഡലങ്ങളിലും ലീഗ് മത്സരിക്കുന്ന ഇടങ്ങളുണ്ട്, വടക്കൻ കേരളത്തിലൊക്കെ. അവിടെയൊക്കെ ഈ കോൺഗ്രസിന് അനൈക്യം ബാധിക്കുമോ എന്നുള്ള ആശങ്ക, കോൺഗ്രസിനെതിരായ വികാരം ലീഗിനെ കൂടി ബാധിക്കുമോ എന്ന ആശങ്കയൊക്കെ ലീഗ് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു അന്ത്യശാസനം എന്ന തരത്തിൽ ഈ കാര്യങ്ങളുടെ ഗൗരവം ഹൈക്കമാൻഡ് അറിയണം. ഇനിയുള്ള മാസങ്ങളിൽ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാടില്ല എന്ന നിരീക്ഷണം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എല്ലാ തവണയും ലീഗ് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കാര്യങ്ങൾ പറയാറുള്ളത്. മറ്റൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് ലീഗിനുള്ളിലും ഉള്ളത്. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.